നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പലപ്പോഴും നിസ്സാരമാണെന്ന് തോന്നുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഈ ഒരു മാസത്തിൽ മാത്രമല്ല, ഇനി ഒരു വർഷത്തേക്ക് അത് വേണ്ടി വരും, ഈ ഒരു നില തുടരേണ്ടി വരും എന്ന സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ മാതാപിതാക്കളോടൊപ്പം താമസിപ്പിച്ചും കൊണ്ട് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് പലവിധത്തിലുള്ള വിമിഷ്ടങ്ങളും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുക, മറ്റ് ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുക, ഇതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആരാധനാലയത്തിലെ വിശേഷാവസരങ്ങളിൽ പങ്കെടുക്കുവാനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുവാനും അത് ഏറ്റെടുത്ത് അത് ഗുണകരമായിട്ടുള്ള രീതിയിൽ നടത്തുവാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകും. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിലവിലുള്ള ജോലി രാജിവെച്ചാൽ തത്തുല്യമായിട്ടുള്ള മറ്റൊരു ജോലി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടവരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. ഭാരതീയ ശാസ്ത്രശാഖകളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിലും നന്മകൾ കണ്ടെത്തി എല്ലാത്തിലും മിതത്വം പാലിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിക്കുന്ന വിദേശ പര്യടനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയതായിട്ടുള്ള പല ആശയങ്ങളും അവലംബിക്കാനിടവരും. പട്ടണ വികസനം വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഭൂമി വിൽപ്പന തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാനിടവരും. അജ്ഞതയുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറി അനുഭവജ്ഞാനമുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് തൊഴിൽ ചെയ്യാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പലവിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് വഴി നല്ലതൊക്കെ തന്നെയാണ്, ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും സ്വന്തം പണം മുതൽ മുടക്കുവാനുള്ള കെൽപ്പും അതിനേക്കാളുപരി അനുഭവജ്ഞാനവും ഇതിനെല്ലാം ഉപരിയായിട്ട് പ്രായോഗിക വശവും ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. അവിചാരിതമായിട്ട് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനും ചെറിയ രീതിയിൽ ശസ്ത്രക്രിയയ്ക്കും യോഗം കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ച് ലഭിക്കാനിടവരും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും. അധികൃതരുടെ പ്രീതി നിമിത്തം ഉദ്ദേശിച്ച തസ്തിക ലഭിക്കുവാനും അല്ലെങ്കിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പല അപാകതകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഭാവിയിലെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ സമർപ്പിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളെ അവരുടെ കാര്യങ്ങൾ സ്വീകരിക്കുക, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന ധാർമ്മികമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കും. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. ജാഗ്രതയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. സമ്പൂർണ്ണ വിജയം എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കലാകായിക മത്സരങ്ങളുടെ ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ
ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. നിലവിലുള്ള ഭൂമി വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും ഏറെക്കുറെ നല്ല വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനും ഇടയുണ്ട്. ഗർഭമലസുവാനിടയുള്ളതുകൊണ്ട് ദൂരയാത്രകളെല്ലാം ഒഴിവാക്കി വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നത് നന്നായിരിക്കും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും ഉദാസീന മനോഭാവം, ഉപേക്ഷാ മനസ്ഥിതി എന്നിവ വർദ്ധിക്കുന്നത് വഴി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാനോ അവലംബിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവുമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ഉപരിപഠനത്തിന് ഗവൺമെൻറ് സീറ്റ് കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വാശ്രയ സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും. ആരാധനാലയത്തിലെ വിശേഷപ്പെട്ട അവസരങ്ങളിൽ പങ്കെടുക്കുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കാനിടവരും. പല കാര്യങ്ങളും മറന്നു പോയാലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി, അന്വേഷണങ്ങൾ എന്നിവ വരുന്നതിനാൽ ഇനി മുതൽ ചെറിയ രീതിയിൽ ഉദ്ധരിച്ചാലോ എന്ന തോന്നലോടുകൂടി അതിൻ്റെ വരും വരായികളൊക്കെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. ഒരു പക്ഷേ ചിലർക്ക് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ മറ്റു ചിലർക്ക് വ്യക്തിപരമായിട്ട് ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നതിലുപരി അബദ്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. വർഷങ്ങളായിട്ട് 2 ദിക്കിൽ താമസിച്ചും കൊണ്ട് ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഇനി മുതൽ ഒരു സംതൃപ്തിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കാം അഥവാ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അന്വേഷണം ആരംഭിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിനാൽ മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കുവാനായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി വളരെ വിതരണ മേഖല വളരെ കൃത്യമായുള്ള രീതിയിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ഷമ, വിനയം, ആത്മസംയമനം, എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുക എന്ന ഗുണഗണങ്ങളോടുകൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഗുണകരമായി തീരുക വ്യക്തിപരമായിട്ട് മാത്രമല്ല സമൂഹത്തിനും അത് ഗുണകരമായുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രകടമായുള്ള ഫലം വന്നു ചേരുവാൻ ഇടയുണ്ട്. സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചും കൊണ്ട് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. കഫ, നീർദോഷ, രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾക്ക് പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കാനിടവരും. പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും പ്രവൃത്തിയിലൂടെ അനുഭവത്തിൽ വന്നു ചേരുവാനോ അവലംബിക്കുവാനോ സാധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും അതിലുപരി കൃതാർത്ഥതയും വന്നു ചേരുവാൻ ഇടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് വഴി കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും.
സ്വാശ്രയമായിട്ടുള്ള ജോലികൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ചും കൊണ്ടുള്ള ജോലികൾ ഉപേക്ഷിച്ച് സ്വാശ്രയമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ അവസരങ്ങളുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. തൊഴിൽ മേഖലയിൽ പല അപര്യാപ്തതകളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം അതൊരു ധരിക്കുവാനായിട്ട്, അതായത് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ അപര്യാപ്തതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. പ്രത്യേക പരിഗണനയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടവരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ക്ഷമയോടുകൂടിയതായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. പ്രതികൂലമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ആർജവവും ആത്മവിശ്വാസവും വന്നു ചേരുവാനിടയുണ്ട്. കീഴ്വഴക്കം മാനിച്ചുകൊണ്ട് മേലധികാരി മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളും ഭാവിയിലേക്ക് ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾ സ്വല്പം അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കാലതാമസം വന്നു ചേരും. ഒരുപക്ഷെ സെപ്റ്റംബറിൽ നവംബർ മാസം ആയിട്ട് അതിനൊരു താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും അത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ 3-4 മാസത്തേക്ക് 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സജീവ സാന്നിധ്യത്താൽ എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ യുക്തിപൂർവമുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം അതിജീവിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിദേശത്ത് താമസിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് ഉള്ള വിദ്യാലയത്തിൽ പഠനത്തിന് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടവരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതൊന്നും പ്രകടമാക്കാതെ വളരെ യുക്തിപൂർവ്വം ചിന്തിക്കുകയും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. ഒരു സ്ഥാപനത്തിൻ്റെ ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങളുടെ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടതായിട്ടുള്ള ആശയം അവലംബിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കെല്ലാം അസ്വാരസ്യങ്ങൾ തോന്നുമെങ്കിൽ പോലും സ്ഥാപനത്തിനെ ഉദ്ധരിക്കുവാനുള്ള അവസരത്തിന് കൃത്യമായിട്ടുള്ള ക്രിയാപദ്ധതികളായതുകൊണ്ട് അന്തിമ നിമിഷത്തിൽ എല്ലാവർക്കും സ്വീകാര്യത വന്നു ചേരുവാനും ഇടയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.